വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചാർക്കോൾ ഷവർമയായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് പുറത്ത് പോയി ഷവർമ മേടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പ്രശ്നമുള്ള ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ അവർക്ക് വീട്ടിൽ എങ്ങനെയാ വെച്ചാൽ ഷവർമയുടെ അതേ രൂപത്തിലും അതേ ടേസ്റ്റിലും, അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആ ഒരു രൂപത്തിൽ കടയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ആ ഒരു രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഗ്യാസ് വെച്ചിട്ടുള്ളതാണ്, പക്ഷേ നമ്മളിന്ന് ചാർക്കോൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചാർക്കോൾ വെച്ചിട്ടാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത പേസ്റ്റ് ഒരു ബൗളിലേക്ക് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമുക്ക് ചിക്കൻ മസാല ഉള്ളവർക്കിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെന്നൊന്നുമില്ല, ഓപ്ഷണലാണ്. അതുപോലെ കുറച്ച് ഗരം മസാല കൂടിയും ആഡ് ചെയ്യാം. പിന്നെ നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മളെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ടി കുറഞ്ഞൊരു തിൻ ലെയറായിട്ട് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മസാല നമുക്കിതിലേക്ക് മുഴുവനായി തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ മുഴുവൻ തേച്ച് വെച്ചിട്ട് ഏകദേശം 3 to 4 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മസാല നന്നായിട്ട് ചിക്കനിലൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ചാർക്കോൾ ഷവർമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാർക്കോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പലചരക്കടയിലൊക്കെ വാങ്ങിക്കാട്ടുന്ന ഒരു ടിന്നാണ്, എണ്ണ ടിന്നാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് 2 സൈഡിലോട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇത് അതിലൊരു നെറ്റ് പീസ് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ നമ്മളിതിലൊരു ചെറിയൊരു കമ്പിയുടെ പീസ് മുറിച്ചതിന് ശേഷം ഇതിൽ ഹോൾട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൽ ഉൾഭാഗത്ത് ഇഷ്ടിക വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ചാർക്കോൾ ഫില്ല് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മളെ മെഷീൻ്റെ വർക്ക്. ഇനി നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്യാനായി കുറച്ച് കാബേജ് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇത്തിരി ക്യാരറ്റ് കൂടി നമുക്കിതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മുഴുവൻ ചിക്കനും ഒരു സ്റ്റിക്കിലേക്ക് നന്നായി കുത്തി ഇറക്കി വെക്കണം. അപ്പോൾ ഷവർമ സ്റ്റാൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുപോലെ നമുക്ക് വെക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു ബാമ്പുവിൻ്റെ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മുഴുവൻ ചിക്കനും ഇതുപോലെ നമുക്ക് അതിൽ വെക്കാം. അപ്പോൾ നമ്മുടെ കനലൊക്കെ നന്നായി കത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് കയറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു മേലത്തെ ഈ ഒരു കമ്പിയുടെ ഈ ഹോളിലേക്ക് നമ്മുടെ ബാംബൂ സ്റ്റിക്കിൻ്റെ മേൽഭാഗം നമ്മൾ കയറ്റി വെച്ചിട്ടാണ് ഇത് വെക്കുന്നത്. ഇപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇടവിട്ടിട്ട് ഇതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് ഒരുപോലെ കുക്കായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പുറം ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു കത്തി കൊണ്ട് ചെത്തിയെടുക്കാം. നമ്മൾ പുറം ഭാഗം ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമുക്കിതുപോലെ ചെത്തിയെടുത്തിട്ട് ഷവർമ ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് കുക്കായി വരുന്നുണ്ട്. ഏകദേശം 10 മിനിറ്റോളമുള്ളൂ പുറം ഭാഗം കുക്കായി വരാൻ. അപ്പോൾ നമ്മളത്ര എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും നമ്മൾ ആ കടയിലൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ നന്നായി ചെറുതാക്കി കത്തി കൊണ്ട് ഇങ്ങനെ അരിയാം. നമ്മൾ വേറൊരു ട്രേയിൽ വെച്ചിട്ടാണ് ഇത് മുഴുവൻ മിക്സ് ചെയ്യുന്നത്. കനലാവുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്, അതാണ് നമ്മൾ വേറെ ട്രേയിലേക്ക് ആക്കുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഇറിട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ ക്വാളിറ്റി കുറവൊക്കെ മനസ്സിലാവുന്നുണ്ടാവും.
പിന്നെ നമുക്ക് കുറച്ച് നേരത്തെ അരിഞ്ഞു വെച്ച ആ കാബേജ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് അരിഞ്ഞിട്ടും ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് മയനൈസ് കൂടിയും ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ കുബൂസ് ഒന്ന് ആ ഒരു കനലിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് കുബൂസ് വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മയോനൈസ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഫ്ലേവർ നല്ല ഇഷ്ടം ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ചിക്കനും കാബേജും ക്യാരറ്റും ഒക്കെയുള്ള ആ ഒരു മിക്സ്ചർ നമുക്കിതിൽ മേലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായി ടൈറ്റായി റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഷവർമ ഉണ്ടാക്കാൻ ഇത്ര സിമ്പിളാണ്. എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. ഈ ഒരു റെസിപ്പി നമ്മൾ കടയിൽ മേടിക്കുന്ന സെയിം ഷവർമയുടെ ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.